സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സ്വീകാര്യനായ ഒരു CPM നേതാവ് M സ്വരാജ് എന്ന പേരിലേക്ക് കൂടി എത്തുന്നതോടെ ആവേശം ഇരട്ടിയാകുന്നു, ആവേശം കൊടുമുടിയിലേക്ക് എത്തുന്നു. പിന്നീട് അങ്ങോട്ട് ആ ആവേശത്തെ ഒരു തരത്തിലും നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ കണ്ടത്. ആവേശവും ആഘോഷവും തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രചാരണവും ഒക്കെ ആ നിലയിൽ നടക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ വളരെ സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ചർച്ചയായ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിന് സമീപകാലത്ത് നമ്മൾ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ്, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ തെരഞ്ഞെടുപ്പ്, പെൻഷൻ ഉൾപ്പെടെ ലൈഫ് മിഷൻ ഉൾപ്പെടെ സാധാരണക്കാരന്റെ അവകാശങ്ങളെ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ജനങ്ങൾ തന്നെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ വർഗീയതയുമായി വർഗീയ കൂട്ടുകെട്ടുമായി പ്രതിപക്ഷം UDF കൈപിടിക്കുന്നത് ജനങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്ത തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് കേരളത്തിന് തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് സജീവ ചർച്ചയായി രാഷ്ട്രീയ കുതുകികൾ ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് മാറുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് മാറുക കൂടിയാണ്. അമൽ, വലിയ തരത്തിൽ ആളുകൾ അവിടെ ഒത്തുകൂടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അമൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നതിൽ വലിയ തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ തന്നെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അമൽ, നോക്കുമ്പോൾ ഇവിടെ UDF അത് വർഗീയ പരാമർശങ്ങളായും പ്രതിഷേധമായും വലിയ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലമായി സംസ്ഥാനത്തോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിശ്വസനകൾ പറഞ്ഞുകൊണ്ട് LDF ഈ തിരഞ്ഞെടുപ്പ് പ്രചരിച്ചപ്പോൾ അത് ജനങ്ങൾ ാണ്